നീലം കർഷക സമരം. ബ്രിട്ടീഷ് തോട്ടമുടമകൾക്കെതിരെ ബംഗാളിൽ നടന്ന സമരമാണ് നീലം കർഷക സമരം. ബംഗാളിലെ നാദിയ ജില്ലയിലെ ഗോവിന്ദ്പൂർ വില്ലേജിലാണ് കലാപത്തിന് തുടക്കമിട്ടത്. ദിഗംബർ ബിശ്വാസ്, വിഷ്ണു ചരൺ ബിശ്വാസ്, കാദർ മൊല്ല, റഫീഖ് മൊണ്ടാൽ എന്നിവരാണ് നീലം കലാപത്തിന് നേതൃത്വം നൽകിയവർ. 1860 ഏപ്രിലിൽ പാബ്ന, നാദിയ ജില്ലയിലെ കർഷകർ സമരം ചെയ്യുകയും അവർ നീലം കൃഷി ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്തു. പിന്നീട് സമരം ബംഗാളിലെ മറ്റു ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും മൊത്തം ഗ്രാമീണരും സമരത്തിന് പിന്തുണ നൽകുകയും ചെയ്തു. പല തോട്ടമുടമകളുടെയും ജനകീയ വിചാരണ നടത്തി വധിക്കുകയും ചിലർ പിടിക്കപ്പെടാതിരിക്കാനായി നാടുവിടുകയും ചെയ്തു. ജമീന്ദാർമാർ കർഷകരുടെ കോപത്തിനിരയായി നിരവധി നീലം സംഭരണശാലകൾ കത്തിച്ചു. രാം രത്തൻ മല്ലിക്കിനെ പോലുള്ള ജമീന്ദാർമാർ കലാപകാരികളെ പിന്തുണച്ചു. പോലീസിനെയും പട്ടാളത്തെയും ഇറക്കി ജമീന്ദാർമാരുടെ പിന്തുണയോടെ ബ്രിട്ടീഷ് സർക്കാർ കലാപം അടിച്ചമർത്തി അനേകം കർഷകരെ കൊന്നുതള്ളുകയും ചെയ്തു. ഹിന്ദു പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെ ഹരീഷ് ചന്ദ്ര മുഖോപാധ്യായ കർഷകരുടെ പോരാട്ടം ജനങ്ങളിലെത്തിച്ചു. എന്നാൽ ദീനബന്ധു മിത്രയുടെ നീൽ ദർപ്പൺ എന്ന നാടകം വൻതോതിൽ ജനശ്രദ്ധ ആകർഷിച്ചു. മൈക്കൽ മധുസൂദൻ ദത്ത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഈ നീൽ ദർപ്പൺ എന്ന നാടകം റവറൻഡ് ജെയിംസ് ലോങ് പ്രസിദ്ധീകരിക്കുകയും ഇംഗ്ലണ്ടിൽ വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. 1860 ഇൻഡിഗോ കമ്മീഷനെ നിയമിക്കുന്നതിലൂടെ കർഷക രംഗത്തെ ചൂഷണം കുറയ്ക്കാൻ ഒരു പരിധിവരെ സാധിച്ചു. സർക്കാർ റവറൻഡ് ജെയിംസ് ലോങ്ങിനെ വിചാരണ ചെയ്ത് തടവും പിഴയും വിധിച്ചു. അദ്ദേഹത്തിനു വേണ്ടി ബംഗാളി സാഹിത്യകാരനായ കാളി പ്രസന്ന സിൻഹ പിഴ കെട്ടിവെച്ച് അദ്ദേഹത്തെ മോചിപ്പിച്ചു.